2025 ആമേൻ നടക്കാൻ പോകുന്ന ചില പ്രോഫസികളെ കുറിച്ച് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകും. நடக்க போகிற சில தீர்க்க தரிசனங்களை சொல்லிவிட்டு நான் ஜெபிக்க போகிறேன். ഹല്ലേലൂയ ஹல்லேலூயா. 2025 ഇസ്രായേൽ തുർക്കി വാറിൻ ആമേൻ സ്തോത്രം സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. 2025 இஸ்ரவேல் துர்க்கி இதில் இடையிலே இருக்கிறதான யுத்தங்களுக்கு அதிக வாய்ப்புகள் ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ മീഡിയകൾ വഴി കേൾക്കുവാൻ ആമേൻ ഇടയായിത്തീരും. அதை குறித்துள்ளதான செய்திகளை நீங்கள் செய்தியின் மூலமாக கேட்க ஏதுவாய் மாறும். മാത്രമല്ല அது மட்டுமல்ல, ഇസ്രായേൽ എന്ന രാജ്യത്തിന് വിരോധമായിട്ട് இஸ்ரவேல் என்ற அந்த தேசத்துக்கு விரோதமாக റഷ്യ എന്ന വൻ ശക്തി എഴുന്നേൽക്കും. ஆமென். ரஷ்யா அது பலப்பட்டு வரும். റഷ്യ എഴുന്നേൽക്കും, എതിരായിട്ട് എഴുന്നേൽക്കും. ஆமென். ரஷ்யா பலத்தோடு கூட எழும்பும் அதற்கு விரோதமாய். മറ്റ് അറബ് രാജ്യങ്ങൾ, மற்ற அரபு தேசத்தார்களும், ഇറാൻ പോലുള്ള രാജ്യങ്ങൾ, ஈரான் போலுள்ளதான ராஜ்யங்கள் ഇസ്രായേലിന് വിരോധമായി എഴുന്നേൽക്കും. இஸ்ரவேல் தேசத்துக்கு விரோதமாக எழுந்திருக்கும். ഇതിന്റെ നടുവിൽ തന്നെ ഇതിൽ നടുവിൽதான் 2025 യൂറോപ്പിൽ ഒരു ഗ്രേറ്റ് റിവൈവൽ സ്റ്റാർട്ട് ചെയ്യപ്പെടും. യൂറോപ്പ് ദേശത്തിലെ ഒരു പെരിയ എഴുപ്പുതൽ ആരംഭമാകും. നമ്മൾ കേട്ടിട്ടുള്ളത് ആഫ്രിക്കയിലെ ഉണർവിനെ കുറിച്ചാണ്. നാം കേട്ടിരുപ്പത് ആഫ്രിക്ക ദേശത്തിൻ എഴുപ്പുതலை குறித்துதான். നിങ്ങൾ ഇനി യൂറോപ്പിലെ ഉണർവിനെ കുറിച്ച് കേൾക്കും. ஆனால் நீங்கள் ഇനി യൂറോപ്പ് ദേശത്തിൻ എഴുപ്പുതலை குறித்து കേൾവിപ്പെടാൻ പോകുகிறீர்கள். യൂറോപ്പ് മാത്രമല്ല, യൂറോപ്പ് மட்டுமல்ல, ഇന്ത്യയിലെ പല ചർച്ചുകളും റിവൈവൽ കാണാൻ പോകുന്നു. ഇന്ത്യയിലുള്ള പല സഭകളും എഴുപ്പുതலை കാണ പോകുகிறது. തിരുനെൽവേലി ചർച്ചും അതിന് ഭാഗവത്താകുമെന്ന് വിശ്വസിക്കുന്നവർ, തിരുനെൽവേലിയും സഭയും அந்த எழுப்புதலில் பங்கா இருக்கும் என்று விசுவாசிக்கிறவர்கள் കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. കരങ്ങളെ തട്ടി ദേവനെ സ്തുതിപ്പோம். ഹല്ലേലൂയ ഹല്ലേലൂയ. റഷ്യൻ പ്രസിഡന്റിന് അപകട സാധ്യതകൾ ഉണ്ടാകും. അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ചില സഖ്യങ്ങൾ എഴുന്നേറ്റ് വരും. റഷ്യ പ്രസിഡന്റുக்கு விரோதமாக अनेक வாய்ப்பு ஆபத்துக்குரிய வாய்ப்புகள் இருக்கிறது. எப்படி என்று சொன்னால், அவரை கொல்லுவதற்கு கூட முயற்சி செய்யக்கூடிய நபர்கள் எழும்புவார்கள். 2025 പലയിടങ്ങളിലും പ്ലേഗ് രോഗങ്ങൾ വ്യാപരിക്കും. ആമേൻ. പ്ലേഗ് ഉണ്ടാകും. ഹല്ലേലൂയ ഹല്ലേലൂയ. പുതിയ വൈറസുകൾ സ്തോത്രം ഇന്ത്യയിലും ചില രാജ്യങ്ങളിലും പടർന്നു പിടിക്കും. പുതിയ கொள்ளை நோய்கள் இந்தியாவிலும் பல ராஜ்யங்களிலும் பரவுகிறதா இருக்கும். വാക്സിനേഷനുകൾ ഇനിയും എടുക്കേണ്ടി വരും. വാക്സിനേഷൻസ് ഇനിമേലും എടുക്ക വേണ്ടിയ സൂഴൽ എളുപ്പറും. ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുന്ന ഒരു കാഴ്ച, ഞാൻ പരിശുദ്ധ ആവിയിലെ പാർക്കുന്ന ഒരു കാഴ്ച, സമുദ്രത്തിന്റെ ഉൾക്കടലിൽ നിന്ന്, കടലിൻ ഉൾപകുതിയിലിരുന്ന് ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിട്ട്, ഒരു ചുഴൽക്കാറ്റ് ഉരുവം എടുത്ത് ദേശങ്ങളിൽ അനർത്ഥം വരുത്തുന്നതായിട്ടുള്ള ചില കാഴ്ചകൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. ദേശത്തിലെ ചില ആപത്തെ ഉണ്ടു പണ്ണக்கூடிய ചില കാഴ്ചകളെ ആവിയാനവർ എനിക്ക് കാണിപ്പിக்கிறார். നിങ്ങൾ പോണ്ടിച്ചേരിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ പാണ്ടിച്ചേരിക്കാக நல்ல ஊக்கமாய் ஜெபியுங்கள். ചെന്നൈ, തൂത്തുക്കുടി, തിരുനെൽവേലി സ്തോത്രം ദേശങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. இந்த ദേശங்களுக்காக நீங்கள் மிகவும் ஊக்கமாய் ஜெபியுங்கள். കാറ്റിനാലും വെള്ളത്തിലുമാലുള്ള പ്രതികൂലങ്ങളെ കൊണ്ടിടുവാൻ വേണ്ടിയിട്ട്, കാറ്റിനാലും തണ്ണീരിനാലും ചില പോരാട്ടങ്ങളെ കൊണ്ടുപോടുമ്പടിക്കാக. എന്നാൽ സഭയിലുള്ള ഒരു വ്യക്തിയെ പോലെ തൊടാൻ ദൈവം അനുവദിക്കുകയില്ല. ஆனால் சபையிலுள்ள ஒரு நபர்களையும் கூட தொட தேவன் அனுமதிப்பது இல்லை. കുഞ്ഞാടിന്റെ രക്തം പുരണ്ട ഒരു വീട്ടിലും ഒരു ബാധയും അടുക്കുകയില്ല. ആട്ടുകുട്ടിയാനുடைய രക്തം പൂശപ്പെട്ട ഒരുത്തരുடைய വീട്ടിലും വാதை വരാது. ശിവകാശിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. ശിവകാശിക്കാக നിങ്ങൾ ஊக்கமாய் ஜெபியுங்கள். ശക്തമായ ഒരു സ്ഫോടന ശബ്ദം കേൾക്കുന്നു. ആമേൻ. ശക്തമായ ഒരു വെടിക്കിற ഒരു ശബ്ദത്തെ ഞാൻ കേൾக்கிறேன். ഹല്ലേലൂയ. ശിവകാശി ഒരു ദുരന്തത്തിന് സാധ്യതകൾ പിശാച് കൊണ്ടിടുന്നു. ശിവകാശിക്ക് ஒரு அல்லேலூயா கெட்ட செய்திக்குரிய வாய்ப்புகளை சாத்தான் கொண்டு போடுகிறான். കേരളത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. കേരള മാநிலத்துக்காக ஊக்கமாய் ஜெபியுங்கள். ചില വെള്ളപ്പൊക്കങ്ങളും മണ്ണിടിച്ചിലുകളും ചില ഡാമുകളുടെ തകർച്ചകൾ വരാതിരിക്കേണ്ടതിന്
കേരളത്തിനെ ഓർത്ത് നിങ്ങൾ വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കുക. சில வெள்ளப்பெருக்கும் மலை மண் இடிந்து விழுகிறதும் டேம் இடிந்து விழுகிறதுமாகிய இப்படிப்பட்ட காரியங்கள் நடக்க இருக்கிறது. ஆகவே நீங்கள் ஊக்கமாய் அந்த மாநிலத்துக்காக ஜெபியுங்கள். 2025 ചില പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രശസ്തരായ ചില വ്യക്തികളുടെ പെട്ടെന്നുള്ള മരണങ്ങളെ വാർത്തകളെ കേൾക്കുവാനിടയായി തീരും. அரசியல் தலைவர்களிலும் சினிமா நடிகருக்குள்ளாகவும் சிலர் திடீர் என்ற மரணத்தை நீங்கள் கேள்விப்பட ஏதுவாய் மாறும். നോർത്ത് ഇന്ത്യയിലെ ചില വലിയ നദികൾ കരകവിഞ്ഞൊഴുകി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കാണുന്നു. நார்த் இந்தியா வட இந்தியாவில் உள்ள ஆறுகள் கரை புரண்டு ஆபத்தை உண்டு பண்ணக்கூடிய சில சூழல் இருக்கிறது. ചില രാജ്യങ്ങളിൽ മഞ്ഞ് മല ഇടിഞ്ഞു വീണുള്ള ദുരന്തങ്ങളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. சில வெளிநாடுகளிலே பனி இடிந்து விழுந்து ஆபத்து ഉണ്ടാക്കக்கூடிய சூழல் இருக்கிறது. കാനഡ, USA എന്ന രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാനഡ, അമേരിക്ക இந்த தேசங்களுக்காக நீங்கள் ஜெபியுங்கள். USA-യിൽ ഒരു പക്ഷിപ്പനി പടർന്നു വരുന്നത് കാണുന്നു. അമേരിക്ക ദേശത്തിലെ ഒരു പറവയിൻ പനി പടർന്നു വരുന്നതായി பார்க்கிறேன். പക്ഷികളിൽ നിന്നുള്ള വൈറസ്, പറവകളിൽ നിന്ന് ഉണ്ടാകുന്ന കൊള്ളை நோய்கள். ആമേൻ. അത് USA-യിലെ കാലിഫോർണിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. அமெரிக்க தேசத்துல கலிபோர்னியா என்று சொல்லப்படுகிற பகுதிக்காக ஜெபிக்க வேண்டும். ലൂസിയാന എന്ന സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലൂസിയാന என்று சொல்லப்படுகிற സ്റ്റേറ്റുக்காக ஜெபிக்க வேண்டும். ചില ലോക്ക്ഡൌണുകൾ വീണ്ടും വരുന്നത് കാണുന്നു. ചില ലോക്ക്ഡൌൺ പോലുള്ള കാര്യങ്ങൾ മറുപടിയും വരുന്നതായി பார்க்கிறேன். അഫ്ഗാനിസ്ഥാനെ തുടച്ചു മാറ്റുവാൻ തീവ്രവാദികൾ എഴുന്നേൽക്കുന്നത് കാണുന്നു. ആഫ്ഗാനിസ്ഥാൻ ദേശത്തെ തുടച്ചു മാറ്റുമ്പടിയായി തീവ്രവാദികൾ എഴുമ്പുகிறார்கள். ശ്രീലങ്കയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. ശ്രീലങ്ക ദേശത്തുക്കാக ஊக்கமாய் ஜெபியுங்கள். വീണ്ടും ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളും മാവോയിസ്റ്റ് ആക്രമണങ്ങളും പൊളിറ്റിക്കൽ തകർച്ചകളും പിന്തുടരുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. മറുപടിയും പഞ്ചമും அந்த இடத்துல தீவிரவாதிகள் எழும்புகிற ஒரு அனுபவத்தையும் ஆவியானவர் காண்பிக்கிறார். ഇന്ത്യയിലും തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകളിലും ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് കാണുന്നു. இந்தியாவிலும் பல மாநிலங்களிலே பூமி நிலநடுக்கங்கள் ഉണ്ടാകുന്നത് പോലുള്ള കാര്യത്തെ ആവിയാനവർ കാണിக்கிறார். വലിയ കെട്ടിടങ്ങളിൽ തീപിടിക്കുന്നതും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതുമായ കാഴ്ചകൾ, பெரிய கட்டிடங்கள் தீப்பிடித்து எரிவதுം ഇടിந்து വിടുവതുமான കാഴ്ചകൾ, ട്രെയിൻ ഫ്ലൈറ്റ് ദുരന്തങ്ങൾ, വിമാന ആപത്തുകൾ, ട്രെയിൻ ദുരന്തങ്ങൾ, ഫ്ലൈറ്റ് ആപത്തുകൾ, രണ്ട് കപ്പലുകൾ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന സമുദ്രത്തിനകത്തുള്ള ദുരന്തങ്ങൾ, കടലിലെ രണ്ട് കപ്പലുകൾ മോദി ഇടിക്കக்கூடிய സംഭവങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ, ഇവയെല്ലാം ജപിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവற்றையும் നിങ്ങൾ ജപിക്കുംപടിയാകத்தான் சொல்கிறேன். ഹല്ലേലൂയ. ദൈവം മുന്നറിയിപ്പ് കൂടാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. ദേവൻ മുന്നதாக അറിവിക്കാமல் எதையும் தேசத்தில் செய்வதில்லை. ഇതിന്റെ നടുവിൽ സഭയ്ക്കകത്ത് അതിശക്തമായ ഉണർവിന്റെ കാറ്റടിക്കും. സഭയ്ക്കുള്ളേ മികവും അധികമായി എഴുപ്പുതലിൻ കാറ്റ് വീശും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വാസിക്കുന്നവർ കൈകളെ തട്ടി ദേവനെ സ്തുതിപ്പോ. ചില എയർപോർട്ടുകളിൽ വെള്ളം കയറി കിടക്കുന്നതും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനോ ഫ്ലൈറ്റ് എടുക്കാനോ കഴിയാതെ മറ്റ് എയർപോർട്ടുകളെ ആശ്രയിക്കുന്ന ചില അവസ്ഥകൾ വരുന്നത് കാണുന്നു. പല വിമാന നിലയങ്ങളിലെ തണ്ണീർ പെരുകി ഫ്ലൈറ്റ് പറക്ക മുടിയാதபடி இறங்க முடியாத அளவுக்கு ஏற முடியாத அளவுக்கு மற்ற விமான நிலையங்களை சார்ந்திருக்கக்கூடிய சூழல் ஏற்படும். ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് വീണ്ടും പീഡ അഴിച്ചുവിടാൻ പിശാച് പ്ലാൻ ചെയ്യുന്നു. അതിൽ ഗുജറാത്ത്, ബീഹാർ, ഒറീസ എന്നീ ഇടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. മറുപടിയും ദേശത്തിലെ கிறிஸ்தவருக்கு விரோதமாக ஆபத்தை, அதாவது உபத்திரவத்தை கொடுக்கத்தக்கதாய் எழும்புகிறார்கள். முக்கியமாக பீகார், குஜராத், ஒரிசா போன்ற மாநிலங்களில் இப்படிப்பட்ட சூழ்நிலைகள் உண்டாகும். 2025 AI എന്ന ഡെവലപ്മെന്റുകൾ അതിശക്തമായി വ്യാപരിക്കും. AI என்றதான ഡെവലപ്മെന്റ് മികവും അധികമായി അധികരിക്കും. എല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും കരങ്ങളെ തട്ടി ദേവനെ സ്തോത്രിപ്പോ. 2025 ദൈവത്തെ ആരാധിക്കുന്ന സഭയ്ക്ക്, ദേവനെ ആരാധിക്കുന്ന സഭയ്ക്ക് അത് ഏറ്റവും അനുഗ്രഹത്തിന്റെ വർഷം ആയിരിക്കും. അത് മികവും ആശീർവദിക്കപ്പെട്ട ഒരു വർഷமாக இருக்கும்.